ഷിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ കരുണയും കൃപയും ഈ ദിവസം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകട്ടെ. ഈ ദിവസങ്ങളിൽ പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ഇന്നത്തെ എല്ലാ കാര്യങ്ങളിലും ഈശോ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 10-ാമത്തെ അധ്യായത്തിൻ്റെ 25 മുതൽ 37 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ നല്ല സമരിയാക്കാരനെ കുറിച്ചാണ് ഈശോനാഥൻ പഠിപ്പിക്കുന്നത്. ഈ ഉപമ നമുക്കെല്ലാവർക്കും അറിയാം. ഒരു നിയമജ്ഞൻ ഈശോയോട് ചോദിക്കുന്നുണ്ട്, ആരാണ് എൻ്റെ അയൽക്കാരനെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചന ഭാഗത്തിലൂടെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആര് എൻ്റെ സഹായം അർഹിക്കുന്നു എന്നതിനേക്കാൾ ആർക്കൊക്കെ സഹായമായി തീരാൻ എനിക്ക് സാധിക്കുമെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. നമ്മൾ പലപ്പോഴും എൻ്റെ സഹായം അർഹിക്കുന്നവർ ആരൊക്കെയെന്ന് പരിശോധിക്കുന്നവരാണ്. പരിശോധിച്ചറിഞ്ഞേ നമ്മൾ സഹായം കൊടുക്കുള്ളൂ, എൻ്റെ സഹായം അർഹിക്കുന്നവരുണ്ടോ എന്ന്. എന്നാൽ ആർക്കൊക്കെ സഹായമായി തീരാൻ എനിക്ക് പറ്റും, എൻ്റെ ജീവിതത്തിൽ ആർക്കൊക്കെ സഹായം കൊടുക്കാൻ പറ്റും, ആർക്കൊക്കെ ഞാനൊരു സഹായമായി തീരാൻ പറ്റുമെന്ന് ചിന്തിക്കുകയും ആ സഹായം മറ്റുള്ളവർക്ക് നൽകുകയും ചെയ്യണമെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. സമരിയാക്കാരൻ അവൻ്റെ ജാതിയിൽപ്പെട്ടതോ അവൻ്റെ കുലത്തിൽപ്പെട്ടതോ അവൻ്റെ നാട്ടിൽപ്പെട്ടതോ ആയ വ്യക്തിയല്ല സഹായിക്കുന്നത്, ഒരു വിജാതീയനെ അവൻ സഹായിക്കുന്നതാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ ഈ തിരുവചനത്തിൽ കാണുന്നത്. അതുപോലെ തന്നെ അവൻ ആ വഴിയിൽ വീണ് കിടക്കുന്ന വ്യക്തിയെ, മറ്റുള്ളവരാൽ ഉപദ്രവിക്കപ്പെട്ട് വീണ് കിടക്കുന്ന വ്യക്തിയെ കണ്ടു കഴിഞ്ഞപ്പോൾ എണ്ണയും വീഞ്ഞുമൊഴിച്ച് അവൻ്റെ മുറിവുകൾ കഴുകുകയാണ്. ഈശോനാഥൻ തൻ്റെ രക്തം ചിന്തി മനുഷ്യകുലത്തെ വീണ്ടെടുക്കുന്നത് നമ്മൾ കാണുകയാണ്. സ്വയം സമർപ്പണമാണ്. വീഞ്ഞ് അത് രക്തത്തിൻ്റെ പ്രതീകമാണ്. പ്രിയപ്പെട്ടവരെ, ഈശോനാഥൻ സ്വയം കൊടുത്തുകൊണ്ടാണ് അവരനെ വീണ്ടെടുത്തത്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ, നമ്മുടെ സമൂഹങ്ങളിൽ തകർന്നു കിടക്കുന്ന, വീണ് കിടക്കുന്ന വ്യക്തികളുണ്ട്. നമ്മെ തന്നെ കൊടുത്ത്, നമ്മുടെ ജീവൻ കൊടുത്ത് അവരെ വീണ്ടെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കണം. നമ്മുടെ കുടുംബത്തിൽ ഒരുപക്ഷെ നിൻ്റെ ജീവിത പങ്കാളിയോ, നിൻ്റെ മക്കളോ, നിൻ്റെ മാതാപിതാക്കളോ, നിൻ്റെ സഹോദരങ്ങളോ വഴിവിട്ട ജീവിതത്തിൻ്റെ ഉടമകളായിട്ട് മാറിയിട്ടുണ്ട് എങ്കിൽ, ഏതെങ്കിലും തിന്മയിൽ വീണുപോയവരാണ് അവരെ എങ്കിൽ, അവരെ മാറ്റി നിർത്തുകയും അവരെ ശകാരിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നവരാകാതെ നിൻ്റെ ജീവൻ കൊടുത്തും അവരെ നേടിയെടുക്കാനായിട്ട് നിനക്ക് സാധിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നേടുന്നതിന് വേണ്ട പ്രാർത്ഥന, കഠിനമായ പ്രാർത്ഥനയും പരിശ്രമവും നിന്നിൽ നിന്ന് ഉണ്ടാവണമെന്നാണ് എൻ്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, അവരെ നേടാനായിട്ട് നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഈശോയുടെ മനോഭാവത്തിലേക്കുള്ള വളർച്ച നേടിയെടുക്കാനായിട്ട് നിനക്ക് സാധിക്കുന്നില്ല എന്നുകൂടെ നീ തിരിച്ചറിയണം. അതുപോലെ തന്നെ ഈ തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവനൊരു സത്രത്തിൽ കൊണ്ടുപോയി ഈ വീണ് കിടക്കുന്നവനെ ഏൽപ്പിക്കുകയാണ്. മറ്റു ഒരാളുടെ സഹായം കൂടാതെ അവനെ സുരക്ഷിതനാക്കാൻ സാധിക്കുകയില്ല എന്നുള്ള തിരിച്ചറിവ്. ദൈവസഹായം കൂടാതെ നമ്മുടെ ജീവിതത്തിൽ രക്ഷ നേടാനോ അവരന് രക്ഷ കൊടുക്കാനോ നമുക്ക് സാധിക്കുകയില്ല. ഏതൊരു പുണ്യപ്രവൃത്തിയും കാരുണ്യപ്രവൃത്തിയും നന്മകളും ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ ദൈവസഹായം നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ വളർച്ചയിൽ ദൈവസഹായം നമുക്ക് ആവശ്യമുണ്ട്. ദൈവസഹായമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും നേടാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല, ഒന്നും കൊടുക്കാനായിട്ട് സാധിക്കുകയില്ല. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് മാത്രമേ അവരുടെ ജീവിതത്തിൽ സഹായമായിട്ട് മാറാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവഭയമുള്ളവർക്കേ അവരുടെ ജീവിതത്തിൽ നന്മയായിട്ട് മാറാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. ഈ വചനം നമുക്ക് നൽകുന്ന ചിന്തയെ നമുക്കുള്ളിലേക്ക് സ്വീകരിക്കാം. ഒന്നാമതായി തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു, നമുക്ക് ആർക്കൊക്കെ സഹായമായി തീരാൻ സാധിക്കുമെന്ന് ചിന്തിക്കുക. 2, വീണ് കിടക്കുന്നവനെ, തളർന്നു കിടക്കുന്നവനെ, പാപത്തിൽ തളർന്നു കിടക്കുന്നവനെ വീണ്ടെടുക്കാനായിട്ട് നമ്മുടെ ജീവിതം തന്നെ കൊടുക്കാനുള്ള മനസ്സ് രൂപപ്പെടുത്തുക. 3, ദൈവസഹായം എല്ലാറ്റിനും അപേക്ഷിക്കുക.
കരങ്ങളെ യാചനയോടെ പിടിച്ച നമ്മുടെ ജീവിതത്തെയും ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൂടെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ, അധ്വാനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണമേ, പഠനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇവരെ സഹായിക്കണമേ. ഈശോയെ, ദിവ്യകാരുണ്യത്താൽ ആശീർവദിക്കുമ്പോൾ ഇവരിൽ നിന്ന്, ഇവരുടെ കുടുംബത്തിൽ നിന്ന്, അധ്വാന മേഖലയിൽ നിന്ന്, വഴികളിൽ നിന്ന്, പഠനങ്ങളിൽ നിന്ന് എല്ലാ തിന്മയുടെ അരൂപികളും ശക്തികളും ദുഷ്ടപ്രവർത്തികളും പൈശാചിക അരൂപികളുടെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കേൾപ്പിക്കണം. പിശാചിൻ്റെ എല്ലാ ഉപദ്രവങ്ങളും ഇവരിൽ നിന്ന് ഇപ്പോൾ വിട്ടുമാറട്ടെ. തകർച്ചകൾ ഇവരിൽ നിന്ന് വിട്ടുമാറട്ടെ. ദുഷ്ടതയുടെ കെട്ടുകൾ ഇവരിൽ നിന്ന് അഴിയട്ടെ. ഈശോയെ, ഇവരെ ഓരോരുത്തരും അനുഗ്രഹീതരാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.